അടിക്കണത് ونصلي ونسلم على سيدنا وحبيبنا محمد صلى الله عليه وعلى آله وأصحابه وعلى بيته ومن تبعهم بإحسان إلى يوم الدين ثم أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم ما كان المؤمنون لينفروا كافة ولولا نفر من كل فرقة منهم طائفة ليتفقهوا في الدين ولينذروا قومهم إذا رجعوا إليهم لعلهم يحذرون صدق الله العلي സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, മക്കൾ, ഇസ്ലാമിക മാർഗത്തിലെ സഹപ്രവർത്തകർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ക്രീമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും അതിൻ്റെ ഉസൂലുകളെ കുറിച്ചും ഫുറൂകളെ കുറിച്ചൊക്കെ കാര്യമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന വളരെ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു ക്രീം. അള്ളാന്റെ റസൂല് ഒരു ആളെ ഇഷ്ടപ്പെട്ടാൽ അവരോട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന, പക്ഷെ എല്ലാം പരിഗണിക്കേണ്ടതുണ്ട്. നിങ്ങളെ അള്ളാന്റെ മാർഗത്തില് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു. അള്ളാഹുവാണ് ഈ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിങ്ങളുടെ നേരെ ഇട്ടുതന്നിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സ്നേഹത്തെ കബൂൽ ചെയ്യുമാണ്. ഒരു നാടൻ കഥ പറയും. അതൊരു നിങ്ങളുടെ തലച്ചോറിനെ എൻ്റെ കയ്യിലെടുക്കാൻ വേണ്ടിയാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്നാണ് അതിനെ പെഡഗോജിയിൽ പറയുന്നത്. കഥ എങ്ങനെയാണ്? കഥയല്ല, അനുഭവത്തിൽ ചാലിച്ച ഒരു സംഭവം. എൻ്റെ വിവാഹം കഴിഞ്ഞത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. തൃശ്ശൂർ ജില്ലക്കാരെങ്കിലും ഉണ്ടോ ഇവിടെ? തൃശ്ശൂർ ജില്ലയില് മാള ഏരിയയിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല. പക്ഷെ മാള ഏരിയയിൽ നിന്നാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. മാള ഏരിയയില് വാളൂര് എന്ന് പറയുന്ന ഒരു സ്ഥലം. വാളൂര് ഞാൻ കല്യാണം കഴിക്കുമ്പോ അവിടെ അതിന്റെ 1 മണിക്കൂറോട് ഒരു ബസ് അറിഞ്ഞിട്ട് പോകും. അങ്ങനെയുള്ള സംവിധാനമാണ്. കുറച്ച് റൂറൽ ഏരിയ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് വ്യാപാരി ചെല്ലുമ്പോ അവര് ആദ്യത്തെ ദിവസം തന്നെ നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ രാത്രി ചോറ് റൈസ് ഐറ്റംസ് തീരെ പോകില്ല. അത് കെട്ടിയോട് മനസ്സിലാക്കിയപ്പോ കിറ്റം മുതൽ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിയാലുള്ള പ്രശ്നം എന്താ വെച്ചാല് ചപ്പാത്തി ഇത്രയും കട്ടിയുണ്ടാവും. ഇത്രയും കട്ടിയുള്ള ചപ്പാത്തി വേവൂല. ജാമ്യയിൽ പോലും ഉണ്ടാക്കാറില്ല. ഇത്രയും കട്ടിയുള്ള ചപ്പാത്തി വേവൂല എന്നുള്ള ഉറപ്പല്ല. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മള് പുയ്യാപ്പായതുകൊണ്ടൊന്നും മിണ്ടില്ല. രണ്ടാമത്തെ ദിവസം ഇതേ ചപ്പാത്തി തന്നെ രാത്രി കട്ടിയുണ്ട്, നല്ല കട്ടി, ഒരു രക്ഷയില്ല, തിന്നാനൊന്നും തോന്നുന്നില്ല. കെട്ടിയോട് പറഞ്ഞ് ചപ്പാത്തിക്ക് ഇത്രയൊക്കെ കട്ടിയുണ്ടാവും. തൃശ്ശൂരിന് ചപ്പാത്തിക്ക് ഇത് ഇത്രയൊക്കെ ഉണ്ടാവും കട്ടി. ഇങ്ങനെ നമ്മളെ ചപ്പാത്തി ഇല്ല. ഞാന് നോർത്ത് ഇന്ത്യയിലൊന്നും ഇങ്ങനത്തെ ചപ്പാത്തി തിന്നിട്ടില്ല. എന്താന്ന് പറയുക, എനിക്കത് തിന്നാൻ പറ്റില്ല. അങ്ങനെ 3-ാം ദിവസവും രാത്രി തന്നെ ചപ്പാത്തി കട്ടികൾ കിട്ടും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ സത്യം ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി ഇങ്ങനെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടായിക്കോന്നല്ല. നോക്കുമ്പോ അവരുടെ വലിയ തവയാണ്, വലിയ ചപ്പാത്തി പാത്രമാണ്. തവ പറഞ്ഞാൽ അറിയില്ല, ചപ്പാത്തി ഉണ്ടാക്കുന്ന ചട്ടിയാണ് തവ. വലിയ ഇതാണ്. പക്ഷെ അവരുണ്ടാക്കുന്നത് ചെറിയ പത്തിരി ഉണ്ടാക്കുന്ന പോലെയാണ്. അങ്ങനെ ഈ ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് മറ്റേ ഈ പത്തിരി പോലെ കുറച്ച് കട്ടി ഉണ്ടാവും. അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. എൻ്റെ ഉമ്മ എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിപ്പിച്ചിരിക്കുന്നത്? ഞാൻ ഉമ്മനെ വിളിച്ചു. അല്ലുമ്മ, മോള് എനിക്ക് 3 ദിവസം ചപ്പാത്തി തന്നു. 3 ദിവസവും ഞാൻ കംപ്ലൈന്റ് പറഞ്ഞു. ഞാൻ സാധാരണ ഭക്ഷണത്തിന് കംപ്ലൈന്റ് പറയാത്തതാണ്. ചപ്പാത്തി വേവണില്ല ഉള്ളത് പറയാൻ.
അപ്പോ സംഗതി പാരമ്പര്യമാണെന്ന് മനസ്സിലായി. പാരമ്പര്യമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയാത്തപ്പെടുന്നു എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചത്. പിന്നെ പിറ്റേന്നത്തെ ദിവസം ഞായറാഴ്ച നമ്മുടെ വീട്ടിൽ വല്യമ്മയാണ്. നോക്കുമ്പോ അവരുടെ വല്യമ്മ വന്നിട്ടുണ്ടായി. വല്യമ്മയോട് പറഞ്ഞു 3 ദിവസം ഞാൻ രാത്രി പട്ടിണിയായിട്ടത് അവരൊന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും, എന്റെ ചപ്പാത്തി വേഗത്തില്ല, ചപ്പാത്തിയിട്ട് പരത്തി ഉണ്ടാക്കിയാൽ മതി എന്നപ്പോ പേരക്കുട്ടികൾ പഠിപ്പിച്ചു കൊടുക്കി. അപ്പൊ അത് പറഞ്ഞത് അവരുടെ ഉമ്മ എങ്ങനെ ഉണ്ടാക്കാന്നാണ്. ഉമ്മാനോട് ചോദിച്ചു പറഞ്ഞു ഞാൻ എന്റെ ഉമ്മാനെ കണ്ടത് അങ്ങനെയാണെന്ന്. അപ്പോ ചിരിക്കാൻ തുടങ്ങി വല്യമ്മ. അത് മക്കളെ നമ്മുടെ കാലത്ത് ഒറ്റ ചട്ടി ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ ചട്ടിയില് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കും, പത്തിരി ഉണ്ടാക്കും, വെള്ളാപ്പ് ഉണ്ടാക്കും, പാലടാന്നുള്ള സാധനം അതുണ്ടാക്കും, എല്ലാവർക്കും ഉണ്ടാക്കും. ഇപ്പൊ അവര് വലിയ തവയാണ് വാങ്ങിയിട്ടുള്ളതെങ്കിൽ അവരിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇത് പറഞ്ഞത് ചരിത്രം അല്ലെങ്കിൽ കാലം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചെടുക്കാൻ തയ്യാറാണ്. പഴയ തവയിൽ തന്നെയാണ് നമ്മളിപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ കഴിയ. ഇപ്പോഴും നമ്മുടെ തവ വലുതായിട്ടും നമ്മൾ ഉണ്ടാക്കുന്ന ചപ്പാത്തി ചെറുതാകാനുള്ള കാരണം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ഗ്രാഹ്യമില്ല എന്നതാണ്. ഈ ഗ്രാഹ്യമാണ് വാസ്തവത്തിൽ ഫിഖ്. മലക്ക ഫിഖ്ഹിയ്യ എന്ന് പറയുന്നത് ഈ ഗ്രാഹ്യതയുടെ തരാണ്. ഇതാണ് ഫിഖ് എന്ന് പറയുന്നത്. ഫിഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഉദമുറിയുന്ന അന്താരാഷ്ട്ര കാര്യങ്ങളാണ്. ആണോ? ഫിഖ് എന്ന് പറഞ്ഞാൽ ജീവിതഗന്ധിയാണ്. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമാണ്. ആരെയും മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതാണ് ഫിഖ്. പ്രമാണങ്ങളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് അതാണ് ഫിഖ്. പലപ്പോഴും ഈ ഫിഖിന്റെ വിഷയത്തിൽ ഈ ഒരു എന്താണ് അതിനെ പറയാം ആഴത്തിലുള്ള വിവരത്തിന്റെ വിഷയത്തില് നമ്മള് പലപ്പോഴും ഒരു വസ്തുവിന്റെ ആഴത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അതിന് ഫിഖ്. അതിനെ കുറിച്ച് ബേസ് ഉണ്ട്. ആ ബേസുകൾ എന്താണ് എന്നതാണ് ചർച്ച. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. അതൊന്നും ഇസ്ലാമിന്റെ ബേസ്. ഇസ്ലാമിന്റെ ബേസ് ഖുർആനും തുറാസുമാണ്. ഇസ്ലാമിന്റെ ബേസ് ഖുർആനും തുറാസുമാണ്. തുറാസിലെ ഹദീസ് വിടൂലേ, സുന്നത്ത് വിടൂലേ, ഫിഖ് വിടൂലേ എന്നൊക്കെ പറയുന്നത് അതിന്റെ രണ്ടാമത്തെ ചർച്ചകളാണ്. മറ്റൊന്ന് ഇജ്തിഹാദ്. അപ്പോ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നമുക്ക് ഖുർആനും ഇസ്ലാമിന്റെ പൈതൃകവും മൂന്നാമതായി ഇജ്തിഹാദും മാത്രം മതി. ഖുർആൻ, തുറാസ്, ദ ലെഗസി, പിന്നെയുള്ളത് ഇജ്തിഹാദ്. ഈ ഇജ്തിഹാദ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ചില ടൂൾസ് വേണ്ട. ഖുർആനിൽ നിന്ന് മാത്രം നമുക്ക് പ്രമാണങ്ങളിൽ നിന്ന് മാത്രം സംഗതികളെ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇസ്തിൻബാത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ കൊണ്ട് നമുക്ക് ഒരു സമ്പൂർണ്ണ മുസ്ലിമായി ജീവിക്കാൻ കഴിയും. ആണോ? ഹദീസുകൾ വേണ്ടി വരുമെന്നാണ് നമുക്ക് പറയാം. ഹദീസുകൾ കൊണ്ടും ഒരാൾക്ക് വിശ്വാസം ജീവിക്കാൻ കഴിയും. ഹദീസുകൾ കൊണ്ട് ഒരു നിസ്കാരം പോലും നിർവഹിക്കാൻ കഴിയില്ല. ഒരു നിസ്കാരം പോലും കൃത്യമായിട്ട് അതിന്റെ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ കഴിയില്ല. അപ്പം ഇതിന്റെ ആവശ്യം വരും, ഫിഖിന്റെ ആവശ്യം വരും. ഫിഖ് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയും ഇല്ല, അതിന് ഇജ്തിഹാദിന്റെ ആവശ്യം വരും. ഇജ്തിഹാദ് കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ കഴിയും. എല്ലാ വിഷയങ്ങളിലും ഇജ്തിഹാദ്. അപ്പോ ഈ ഇജ്തിഹാദിലേക്കും ഇസ്ലാമിന്റെ മറ്റു പ്രമാണങ്ങളിലേക്കും പ്രവേശിക്കാനുള്ള ചില വാതായനങ്ങളുണ്ട്, ചില കവാടങ്ങളുണ്ട്. അതിനെയാണ് നമ്മുടെ ഫൗസാൻ അൽ-അദില്ലൽ മുഖ്തലഫ് ഫീഹ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ വിഷയത്തിൽ യാതൊരു അഭിപ്രായ യോജിപ്പില്ല. ഇജ്മാഇനെ തന്നെ ഖിയാസിന്റെ മുമ്പിലാക്കിയതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണെന്ന് മനസ്സിലാക്കില്ല. ഇജ്മാ ലോകത്ത് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാം. അപ്പോ അൽ-അദില്ലൽ മുത്തഫഖ് ഫീഹയിൽ തന്നെ ഇത്തിഫാഖില്ല. ഇത്തഫഖത്തിൽ ഉമ്മ ഉമ്മത്ത് യോജിച്ചിരിക്കുന്ന ഒരു വിഷയം ഒരു വിഷയത്തിൽ ഉമ്മ വേണ്ടി വെച്ചിട്ട് യോജിക്കില്ല എന്നതാണ്. ജമാഅത്തിന്റെ പറഞ്ഞതാണ് ഇത്തഫഖത്തിൽ ഉമ്മ അല
ഒരു വിഷയത്തിൽ യോജിക്കില്ല. ഇജ്മാ എന്ന് പറഞ്ഞൊരു സാധനം, ഒരു സാങ്കല്പികമായ ഒരു ടോപ്പിയ ഉണ്ട്. അതിനെ നമ്മുടെ ആളുകളെല്ലാം അടിസ്ഥാന പ്രമാണമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത് അടിസ്ഥാന പ്രമാണമാണോ ഇല്ലേ എന്നുള്ളത് അവിടെ കിട്ടും. ഏതായാലും ഖിയാസിന്റെ ബുദ്ധിയുള്ളവരെല്ലാം ഇല്ല. ഖിയാസ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഫ്ലെക്സിബിലിറ്റിയുടെ ഉദാഹരണമാണ്. പല വിഷയങ്ങളും ഖുർആൻ നേർക്കുനേരെ സംഗതികൾ പറയുന്നില്ല. യമനിലേക്ക് അയക്കുമ്പോഴുള്ള ഒരു സംഭവം വളരെ വലിയ ചരിത്രമാണ്, വലിയ അതീതാണ്. അതിൽ പറയുന്നുണ്ടല്ലോ, നീ എന്തുകൊണ്ടാണ് എഴുതിക്കുക. അപ്പോ ഖുർആനിലെ വിഷയങ്ങളില്ലെങ്കിലോ ഞാനത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വർത്തമാനങ്ങൾ എഴുതിക്കും. അതിലും ഖുർആനിൽ ഹദീസിലും കണ്ടില്ലെങ്കിലോ. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ റഹീ കൊണ്ട്, എന്റെ അഖില കൊണ്ട് ഞാൻ അതിനെ ഇജ്തിഹാദ് നടത്തും. ഇതാണ് അബൂ ഹനീഫയുടെ. അബൂ ഹനീഫ അതുകൊണ്ട് തന്നെ ഖിയാസിനെ മറ്റു ദലീലുകളേക്കാൾ ശക്തമായ ദലീലായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ അദ്ദേഹം വിളിക്കുന്നത് ഇജ്തിഹാദ്. മുവാഫഖാത്തിലെല്ലാം ഖിയാസ് എന്ന പദം ഉപയോഗിച്ചതിനേക്കാൾ ഈ പറയുന്ന നിർദ്ധാരണ ശാസ്ത്രത്തെ വിളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇജ്തിഹാദ് എന്നാണ്. ഇജ്തിഹാദിന്റെ വാതില് ഒരു സുപ്രഭാതത്തിൽ കൊട്ടിയടക്കപ്പെട്ടപ്പോ പേര് മാറ്റിയതാണ്. ഇന്ന് ഖിയാസ് എന്നാണ്. ഇപ്പൊ ഇജ്തിഹാദില്ലല്ലോ. ഇപ്പോൾ അത് തൗഹീദിന്റെ വാതിൽ മാത്രമേ തുറന്നിട്ടുള്ളൂ. എല്ലാത്തിനെയും ന്യായീകരിക്കാനുള്ള വാതിലുകൾ തുറന്നിരിക്കുന്നു. ഇജ്തിഹാദിന്റെ വാതിലുകൾ കൊട്ടിയടക്കുകയും അതിന്റെ താക്കോൽ കൊണ്ടുപോയി ഫുറാത്തിൽ കൊണ്ടുപോയി എറിയുകയും ചെയ്തു. പിന്നെ ഇജ്തിഹാദില്ല. എന്നാൽ ഈ ഖിയാസ് എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഇജ്തിഹാദ്. ഈ ഖിയാസ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ, ഈ ഇജ്തിഹാദ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ മറ്റ് പ്രമാണങ്ങളെ കുറിച്ച് നാം അറിയുന്നത്. ഈ പ്രമാണങ്ങളാണ്, അല്ലെങ്കിൽ അത് പ്രമാണങ്ങളാണോ എന്നെങ്കിലും നാം അറിഞ്ഞിരിക്കുന്നത്. അതിനെ ദലീൽ എന്ന് പറയാമോ? ഇതെല്ലാം ദലീലുകളാണോ? ഉദാഹരണത്തിന് ഇസ്തിഹ്സാൻ, ഞാനത് ഓർക്കാൻ വേണ്ടി ഒരു നിമോണിക്സ് ഐ ആം യു ഇസൻ, ഞാൻ നീയാകുന്ന വാദം തത്വമസി അഹം ബ്രഹ്മാസ്മി കേട്ടില്ലേ? ഞാൻ നീയാകുന്നു, നീ പ്രപഞ്ചമാകുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ നീയാകുന്നു. ഐ ആം, ഐ എം, യു, ഐ എസ് എം. ദിസ് മസ്റ്റ് ഓർ ഹാവ് ഷാൽ മസ്റ്റ്. കിട്ടിയോ? ഇസ്തിഹ്സാൻ, മസ്ലഹ മുർസല, ഉർഫ്, ഇസ്തിസ്ഹാബ്, ശറഉ ഖബലന മദ്ഹബ് സുഹാബ. ഇത്രയുമാണ് ഈ പറഞ്ഞ അൽ അദ്ല്ല അൽ മുഖ്തലഫിയ. എന്ന് പറയാമോ? ഞാൻ ഒരു റേഡിയോ പ്രഭാഷകനിലാണ്, എന്നൊരു അധ്യാപകനാണ്. ഞാൻ പറഞ്ഞ തർത്തീബ് അനുസരിച്ച്, ഞാൻ ഷാഫിയാണ്, അതുകൊണ്ട് എനിക്ക് തർത്തീബ് നിർബന്ധമാണ്. ഈ തർത്തീബാണ് തർത്തീബ്, അതല്ലാത്ത തർത്തീബില്ല. ഇവിടെ no idea. ഇവിടെ I am you ism. അത് തീർന്നു. I am you ism. You ism. I am you ism. ക്രിസ്മസ് ഉറപ്പായ ഷർമത്, ക്രിസ്മസിന് ഉറപ്പായ ഹാപ്പി മതി, ക്രിസ്മസിന് ഉറപ്പായ ഹാപ്പി മതി. വലിയ പറഞ്ഞോ. استحسان ما شاء الله. المصلحة المرسلة، المصالح المرسلة. نعم. الاستصحاب، عرف قول الصحابي، مذهب الصحابي. بعدين شرعنا قبلنا ഓർഡറിൽ വന്നല്ല എങ്കിലും നമുക്ക് തൽക്കാലം ആറെണ്ണം പറഞ്ഞവർക്ക് നമുക്ക് നമ്മുടെ ഷാമിലിന് കയ്യടി കൊടുക്കാം. പെൺകുട്ടികള്, ആൺകുട്ടികൾ കയ്യടി കൊടുക്കാതെ കയ്യടി കൊടുത്തിട്ട്. അപ്പോ അൽ ഇസ്തിഹ്സാൻ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇമാം മാലിക് പറഞ്ഞത്
ഇസ്ലാമിന്റെ ഇൽമുകളിൽ 10-1 ഇസ്തിഹ്സാനാണ്. ഇസ്ലാമിന്റെ ഇൽമുകളിലെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടുകയാണെങ്കിൽ അതിന്റെ 10-1 ഇസ്തിഹ്സാനാണ്. ഈ ഇസ്തിഹ്സാനാണ് ഇസ്ലാമിനെ ലളിതമാക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ കിതാബുൽ ഉമ്മിലും കിതാബുൽ റിസാലയിലും വളരെ സങ്കടകരമായ ഒരു വചനം പറയുന്നു. ആരെങ്കിലും ഇസ്തിഹ്സാൻ നടത്തിയാൽ അത് നല്ലതാണ് എന്ന് മനസ്സിലാക്കിയാൽ, ദീനിൽ ഒരു വിഷയം നല്ലതാണെന്ന് മനസ്സിലാക്കിയാൽ അവൻ ഒരു ശരീഅത്ത് ഉണ്ടാക്കി, നബിദിനം നല്ലതല്ലേ എന്നൊരുത്തൻ കരുതിയാൽ അവൻ ഒരു പുതിയ മതമുണ്ടാക്കി. ഖുർആൻ അതിനെ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുന്നു, അത് നല്ലതല്ലേ എന്നൊരാൾ കരുതിയാൽ അവനൊരു ദീൻ ഉണ്ടാക്കി. ഒരു പള്ളി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരാൾ പള്ളി ഉണ്ടാക്കിയാൽ അത് നല്ലതല്ലേ എന്നൊരാൾ കരുതിയാൽ അവൻ ഒരു ശരീഅത്ത്, ഒരു ദീൻ പടച്ചുണ്ടാക്കി. അങ്ങനെ മതവിഷയത്തിൽ ഏതെങ്കിലും ഒരു സംഗതി നല്ലതല്ലേ എന്ന് കരുതിയാൽ എന്നാണ് ഇമാം ഷാഫി ഇസ്തിഹ്സാനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മദ്ഹബുകൾക്കിടയിൽ ഏറ്റവും ശക്തമായി ഇസ്തിഹ്സാനിനെ നെഗേറ്റ് ചെയ്യുന്ന ഒരു മദ്ഹബ് ഇമാം ഷാഫിയുടെ മദ്ഹബാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ഇമാം നവവിയും ഇമാം റാഫിയും ഇസ്തിഹ്സാനെ വളരെ കർക്കശമായിട്ട് തിരഞ്ഞെടുത്തു. എന്നാൽ ഷാഫി മദ്ഹബിൽ ഇസ്തിഹ്സാനില്ലേ? ഷാഫി മദ്ഹബിൽ ഇസ്തിഹ്സാനുണ്ട്. ചില സംഗതികൾ നമുക്ക് ഇന്നോവേറ്റ് ചെയ്യേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടാകാതിരുന്ന ചില സങ്കേതങ്ങളെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. അതിനെ ഏത് സങ്കേതത്തെ ഏത് ടൂളിലൂടെയാണ് സ്വീകരിക്കുക? സുന്നത്ത് എന്ന് പറയുന്ന ടൂളിലൂടെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സുന്നത്തുകളിൽ തെളിവ് വേണം. ഖിയാസ് എന്ന് പറയുന്ന ദലീലിലൂടെ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം വേണം. അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ കർമ്മശാസ്ത്ര രംഗത്ത് ഇമാം ഷാഫിയുടെ തന്നെ ഇമാം ഗസാലിയുടെ വിഷയങ്ങളിലും അൽ മുസ്തസ്ഫയിലൊക്കെ പറയുന്നുണ്ട് കുറെ സംഗതികൾ പുതുതായിട്ടുണ്ടായിരുന്നു. അതിന് വിദ്യാർത്ഥി എന്ന് വിളിക്കാൻ കഴിയില്ല. ഇന്നോവേഷൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന അർത്ഥത്തിൽ അതിന് വിളിക്കാൻ കഴിയില്ല. അത് ഒരു നല്ല വിദ്യാർത്ഥികളാണ്. എണ്ണത്തിൽ വിദ്യാർത്ഥി ഭാഗത്ത് പറഞ്ഞില്ലേ, അങ്ങനത്തെ കുറച്ച് നല്ല വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. പള്ളികൾക്ക് മിഹിതനത്തുണ്ടായി. മിഹിതനം എന്ന് പറഞ്ഞാല് ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ കയറി നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതൊന്നും പള്ളിയിൽ പണ്ടുണ്ടായിരുന്നില്ല. പഴയ ആർക്കിടെക്ചർ എടുത്തു നോക്കൂ. ബാങ്ക് കൊടുത്തു. ആദ്യത്തെ ബാങ്കിയാണ്, ആദ്യത്തെ മസ്ജിദാണ് നമ്മൾ പഠിച്ചില്ലേ? ബിലാലിയുടെ ബാങ്ക് കൊടുത്തത്. ബാങ്ക് കൊടുക്കാൻ വലിയ സ്ഥലം ഉണ്ടായിരുന്നു. കഅബയുടെ ഏറ്റവും മുകളിലാണ് കയറിയിരുന്നത്. എന്നാൽ പിന്നീട് ബഗ്ദാദിലാകട്ടെ, ഷാമിലാകട്ടെ, മൊറോക്കയിലാകട്ടെ, മദീനയിലാകട്ടെ, മദീനയിലാകട്ടെ, അവിടെയെല്ലാം പള്ളികൾക്ക് വിതരണത്തില്ല. അത് ഇസ്ലാമിന്റെ അനിവാര്യമായ ഒരു സംഗതിയായിട്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും അതിന് മൗനാനുവാദം നൽകുകയുമാണ് ചെയ്തത്. ഒരിക്കലും അതിനെക്കുറിച്ച് അവരുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക സമൂഹം മൊത്തത്തിൽ ആ ആർക്കിടെക്ചർ കൾച്ചറിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇസ്തിഹ്സാൻ എന്ന് പറയുന്നത് ഷാഫി മദ്ഹബുകാരും സ്വീകരിക്കുന്നുണ്ട്. ഈ പറയുന്ന ദിമഷ്കില്, ഷാമില്, അവിടേക്ക് അധികം ആളുകളും ഷാഫികളാണ്. ഈജിപ്തില് അധികം ആളുകളും ഷാഫികളാണ്. അവിടെയൊക്കെയുള്ള ആർക്കിടെക്ചറുകളിൽ പള്ളിയുടെ പ്രധാനപ്പെട്ട ഗർഭഗ്രഹം മെഹ്റാബ് അതിങ്ങനെ ഉന്തിനിൽക്കുകയും അവിടെ സ്റ്റെപ്പുകൾ ഉണ്ടാവുകയും അവിടെ കയറി മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അതെല്ലാം ഇസ്തിഹ്സാനാണ്. അതിന് ഷാഫി മദ്ഹബിൽ പക്ഷെ പേര് മാറ്റിയിട്ടാണ് വിളിക്കുക. കാരണം ഇസ്തിഹ്സാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം ഷാഫി പറഞ്ഞ അടിസ്ഥാന തത്വത്തിനെതിരാണ് ഷാഫികൾ എന്ന് പറയുന്നത് കൊണ്ട് അവരതിനെ ന്യായീകരിക്കുന്നു, തഅ്വീൽ ചെയ്യുന്നു. അവര് തഅ്വീൽ ചെയ്തിട്ട് പറയുന്നത് അതിനെ ഖിയാസ് ഖഫീ എന്ന് പറയുന്നത്. ഖിയാസിനെ എല്ലാവരും അംഗീകരിക്കുന്നു, ബുദ്ധിയുള്ളവരൊക്കെ അംഗീകരിക്കും.
ഖിയാസ് ഖഫീ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതൊരു തരം ഖിയാസാണ്. ഖുർആനിലും ഹദീസിലും ഇല്ലാത്ത സംഗതികളെ പ്രമാണങ്ങളിൽ നിന്നും വായിച്ചെടുക്കാനുള്ള ഒരു ടൂൾ ആണ് ഖിയാസ്. അതില് വളരെ കൃത്യമായ തെളിവുകളില്ലെങ്കിലും അതിന് സൗകര്യമായ ചില സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വാജിബിന് അനിവാര്യമാകുന്ന സംഗതികളെല്ലാം എന്താണ്? വാജിബാണ്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് ഷായറുദ്ദീനാണ്. ബാങ്കിന്റെ ലക്ഷ്യം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം ഉണ്ടാകണം, കൃത്യമായ അനൗൺസ്മെന്റ് വേണം, അത് പരസ്യമായി നിർവഹിക്കണം. അത് പൂർത്തിയാകുന്നപ്പോഴാണ്, ഒച്ചയിലാകുമ്പോഴാണ്. ഒച്ചയിലാകുന്നത് എപ്പോഴാണ്? ഉയർന്ന പ്രദേശത്താകുമ്പോഴാണ്. അപ്പൊ പിന്നെ ഉയർന്ന പ്രദേശത്ത് പള്ളിയോട് ചേർന്ന ഒരു ഉയർന്ന പ്രദേശത്ത് ഒരു ബാങ്കിന് വേണ്ടി പ്രത്യേക സംവിധാനം ആകാവുന്നതാണ് ഇസ്തിഹ്സാൻ. അതേ ഇസ്തിഹ്സാനാണ് പിന്നീട് ഉണ്ടായത്, അത് മൈക്കിലേക്ക് മാറിയത്. ഇപ്പോഴും മൈക്കിനെ അംഗീകരിക്കാത്ത ശാസ്ത്രങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ, ഇവിടെ ഒരു 20 കിലോമീറ്റർ മാറിയാൽ വണ്ടൂര് തുറന്നൊരു പ്രദേശമുണ്ട്. വണ്ടൂരാനുണ്ടോ? ചുങ്കത്തറയാണ്. വണ്ടൂര് സംസ്ഥാന സംഘടനയുണ്ട്, കേട്ടിട്ടില്ലേ? ഇപ്പൊ കേൾക്കാം. സദഖത്തുല്ലാ മൗലവി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അവിടെ ജീവിച്ചിരുന്നു. നല്ല പട്ടയാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് നജീബ് മൗലവി. കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഏത് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്? നജീബ് മൗലവിയെ കേട്ടിട്ടില്ല, സദഖത്തുല്ലാ മൗലവിയെ കേട്ടിട്ടില്ല, സംസ്ഥാനയെ കുറിച്ച് പോലും കേട്ടിട്ടില്ല. സംസ്ഥാന സമസ്തയുടെ ആദ്യ രൂപമാണ്. അവര് പക്ഷേ അവരുടെ അടിസ്ഥാനങ്ങൾ ഉറച്ചു നിന്നു. മെയ്ക്ക് പാടില്ല എന്ന് തന്നെയാണ് അവർ ടീച്ചിക്കുന്നത്. കാരണം കിതാബുകളുള്ളത് ഇസ്ലാമിൽ 40 പേരെ കേൾപ്പിക്കുക. ഇസ്ലാമിൽ എന്ന് പറഞ്ഞാൽ ആരാ കേൾപ്പിക്കുന്നത്? മെയ്ക്കാണോ ഇമാമാണോ കേൾപ്പിക്കുന്നത്? ഇമാമാണ് കേൾപ്പിക്കേണ്ടത്, ഖതീബാണ് കേൾപ്പിക്കേണ്ടത്. ശബ്ദം മെയ്ക്കിലൂടെ വന്നു കഴിഞ്ഞാൽ അത് ഇമാമിന്റെ ശബ്ദമല്ല, അത് എക്കോയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയ്ക്ക് പാടില്ല, മെയ്ക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും 2 പള്ളികളിൽ വണ്ടൂര് മെയ്ക്ക് പിടിക്കാറില്ല. ജുമാക്ക് പോലും വെള്ളിയാഴ്ച നോമ്പ് ഇപ്പോഴും നജാര വെക്കുന്ന ഒരേ ഒരു പള്ളിയുള്ളൂ വണ്ടൂരാണ്. നാദാപുരത്തൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു കൾച്ചർ. ഇപ്പൊ അത് വണ്ടൂര് മാത്രമേ ഉള്ളൂ നഗാരം കുത്തുന്ന ഒരു പരിപാടി. മകരീബിന്റെ നേരത്ത് നോമ്പുറക്കാനുള്ള അത്താഴം കുത്തുന്ന സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇത് ഇസ്തിഹ്സാൻ എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ ഒരു ഉദാഹരണമാണ് വണ്ടൂർ എന്ന് പറയുന്ന പ്രദേശം ഇപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത്. ലോകത്തെവിടെയെങ്കിലും ഇത്രമാത്രം ഷാഫി മദ്ഹബിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് വണ്ടൂരിലാണ്. കിതാബുൽ റിസാല വെച്ചുകൊണ്ട്, കിതാബുൽ ഉമ്മ വെച്ചുകൊണ്ട് അവർ പറയുന്നത് മെയ്ക്കിന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, മുഅദ്ദിന്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്. മെയ്ക്കിന്റെ ശബ്ദമല്ല ജുമായിൽ കേൾക്കേണ്ടത്, ഖതീബിന്റെ ശബ്ദമാണ്. ഇസ്ലാമാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാം കൊണ്ടിരുന്ന മെയ്ക്ക് പിടിക്കാനല്ല. അതുകൊണ്ട് എന്നാൽ മറ്റു ഷാഫി പണ്ഡിതന്മാരില്ല. ഈ കാലത്ത് വന്ന എല്ലാ ഷാഫി പണ്ഡിതന്മാരും അതിനെ എന്താണ് ഇസ്മായിലിന്റെ ഭാഗമായിട്ടാണ്, കേൾപ്പിക്കാനുള്ള ചില അദാത്തുകളായിട്ടാണ് നെയ്ക്കിനെ കണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ഇസ്തിഹ്സാൻ എന്ന് പറയുന്നത്. ഇതാണ് ഇന്നോവേഷൻ. എന്ന് അള്ളാന്റെ ഇമാം ഷാഫി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇസ്തിഹ്സാന്റെ അർത്ഥം തിരിയാത്തത് കൊണ്ടല്ല, അദ്ദേഹം ഇത് വിദ്യത്താകുമോ ഇന്നോവേഷൻ ആകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. മാത്രമല്ല ഉസൂലുൽ ഫിഖിന്റെ ആദ്യ ഗ്രന്ഥമാണ് കേട്ടോ, ഏറ്റവും ഫസ്റ്റ് വെർഷനാണ് കിതാബുൽ ആദ്യ ഗ്രന്ഥമാണെന്ത്? ഇമാം ഷാഫിയുടെ കിതാബുൽ ഉമ്മ ആയാലും കിതാബുൽ റിസാല ആയാലും ആദ്യമായി രചിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥത്തിന് ചില പോരായ്മകൾ ഉണ്ടാവും, മുൻമാതൃകകൾ ഉണ്ടാകില്ല. ഉണ്ടാകോ? മുൻമാതൃകകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഷാഫി ഇസ്തിഹ്സാനെ കുറിച്ച് എഴുതിയെടുത്ത് അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്.
അദ്ദേഹം പറഞ്ഞ പറയുന്നത് ഇസ്ലാമിന്റെ ദലീലായ ഇസ്തിഹ്സാനെ കുറിച്ചല്ല. എങ്കിൽ ഇമാം മാലിക് അങ്ങനെ പറയില്ലായിരുന്നു. എന്ന് ദീനിന്റെ 10-1 എന്ന് ഇമാം മാലിക് പറയില്ലായിരുന്നു ഇസ്തിഹ്സാനെ കുറിച്ച്. എന്നാൽ ഇസ്തിഹ്സാൻ പല വിഷയങ്ങളിലും എല്ലാ മതങ്ങളും അംഗീകരിച്ചു. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടില് കൊച്ചിയിൽ പള്ളിയുടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബാത്റൂമാണ്. പള്ളിയുടെ താഴെ ബാത്റൂമാണ്. മൂത്രത്തിന്റെ മുകളിൽ നിസ്കരിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസമുള്ള ആളുകളുണ്ടാവും. പള്ളിയുടെ താഴെ ബാത്റൂം ആയതുകൊണ്ട് നമ്മുടെ പള്ളിയിൽ ചർച്ച വന്നു, പള്ളി കമ്മിറ്റിയിൽ ചർച്ച വന്നു, അങ്ങനെ മൂത്രപ്പുര പള്ളിയുടെ താഴെ വരാൻ പാടില്ല. ഞാൻ ഹദീസ് ഓതി റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വന്നിട്ട് പള്ളിയിലിരുന്ന് മാറ്റി പറയുന്ന ഹദീസ് ഉണ്ട്. പള്ളിയുടെ താഴെ പള്ളിയിൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ മാറ്റിയ ഹദീസ് ഉണ്ട്. ശരിയാണ്. ഹറമില് എന്നിട്ട് കണ്ണുകൊണ്ട് 2 കാഴ്ച പറഞ്ഞു. ഹറമില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയോട് ചേർന്നിട്ട് ഒരു ലൈബ്രറി ഉണ്ട്. പള്ളിയുടെ താഴെയാണ്, ഹറമിന്റെ താഴെ മുസ്ഹഫൊക്കെ ഉണ്ട് പള്ളിയുടെ താഴെ. അവിടെ കുറച്ചുകൂടെ മാറിയിട്ട് അബൂജഹൽ താമസിച്ചിരുന്ന വീട്ടില് അവിടെ മൂത്രപ്പുരയാണ്, അതും ഹറമിന്റെ ഭാഗമാണ്. വലിയ ടോയ്ലറ്റ് ബ്ലോക്ക് ഹറമിന്റെ താഴെ, നമ്മൾ നിസ്കരിക്കുന്നതല്ലേ അതിന്റെ താഴെ മൂത്രപ്പുരയാണ്. അതുകൊണ്ട് പള്ളിയിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ലാന്നുള്ളൂ. പള്ളിയുടെ താഴെ, ഭൂമിയുടെ താഴെ എന്തൊക്കെ ഒഴുകുന്നുണ്ട് അല്ലെ? ഭൂമിയുടെ താഴെ ഒഴുകുന്നത് എന്തൊക്കെ ഉണ്ടാകാം, എന്തൊക്കെ നജസ് ഉണ്ടാകാം. നമ്മൾ നിസ്കരിക്കുന്നതിന് എത്ര ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ നജസില്ല. അപ്പൊ ഇതൊന്നും ഇസ്ലാമിനെതിരല്ല. ഇസ്ലാമിന് വേണ്ടി നാം കണ്ടെത്തുന്ന ഇന്നോവേഷനുകളാണ് ഇത്, വിജയത്തല്ല. നമ്മള് പള്ളികളിൽ നമ്മൾ നടത്തുന്നതാണ്. അതുപോലെ തന്നെ പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മൂത്രപ്പുര, പള്ളിയിൽ വരുന്ന ആളുകൾക്ക് മൂത്രപ്പുര മൂത്രവെച്ചിട്ടോ മാത്രമേ പള്ളിയിൽ മൂത്രപ്പുര. പള്ളി നിസ്കരിക്കാൻ വേണ്ടതല്ലേ? അക്ഷരം കൊണ്ട് വായിക്കുന്ന ആളുകൾക്ക് അവിടെ ഇബാദത്തല്ലാത്ത ഒന്നും ചെയ്യാൻ പാടില്ലെന്നോ. അവിടെ നടക്കേണ്ടത് അല്ലാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കൽ മാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക? അതിനെ ന്യായീകരിക്കാൻ പറയുന്നത് വാജിബിന് നിർബന്ധമാകുന്ന സംഗതികളെല്ലാം വാജിബാണ്. അപ്പൊ ഒരു പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് ഒന്നു വേണം, ഒന്നു എടുക്കാനുള്ള സംവിധാനം വേണം. ഒന്നു എടുക്കുന്നതിന് മുമ്പ് അയാൾക്ക് എന്തെങ്കിലും എന്റെ മലമൂത്ര വിസർജനം മുട്ടുന്നുണ്ടെങ്കിൽ ഇല്ലേ, ഹദീസ് അങ്ങനെ തന്നെ ഇല്ലേ, എന്റെ ലാ സ്വലാത്ത ലിമൻ യുദാഫിഉൽ അഹ്ബസാൻ വലാ മൻ ഹദറഹു ത്വആൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസില്ലേ ഇല്ലേ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം 1-ഓ 2-ഓ മുട്ടുന്ന ഒരാള് അയാൾ പള്ളിയിൽ നിന്ന് പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ജമാഅത്ത് കിട്ടില്ല. പള്ളിയോടനുബന്ധിച്ച് അതിനുള്ള സംവിധാനം വേണം. പള്ളിയിൽ അതിനുള്ള സംവിധാനം ഇല്ലെങ്കിൽ പള്ളിയുടെ താഴെ ഉണ്ടാകണം. ഇവിടെ ഇപ്പൊ ഉദാഹരണത്തിന് വലിയ ടൗണുകളിൽ ഇപ്പോ ഗ്രാൻഡ് മോസ്ക്, ഗ്രാൻഡ് മോസ്കില് അവിടെ എവിടെയാണ് ഈ പറയുന്ന പള്ളിയുടെ താഴെ തന്നെയാണ്. അവിടെ തന്നെയാണ് കാർ പാർക്കിംഗ് ഒക്കെ. എന്ന് പറഞ്ഞാൽ പള്ളിയുടെ താഴെ മലമൂത്രം പാടില്ല എന്നൊന്നും എല്ലാവരും പറഞ്ഞിട്ടുണ്ടോ? മിക്കവാറും നമ്മുടെ വീടുകളുടെ താഴെയാണ് ഈ പറയുന്ന മലമൂത്ര വിസർജനങ്ങളൊക്കെ പോകുന്നത്. നമ്മൾ ആ വീട്ടിൽ നിന്ന് സ്വീകരിക്കുന്നില്ലേ? അപ്പോ ദീനിന്റെ വിഷയത്തിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങളെ എളുപ്പമാക്കാനുള്ള ഒരു ടൂൾ എന്നുള്ള അർത്ഥത്തിൽ ഇസ്തിഹ്സാൻ സ്വീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പലപ്പോഴും കുടുങ്ങും. അതിന് വിജയത്ത് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ കഴിയില്ല. അത് ഇസ്ലാമിന്റെ ഭാഗമാണ്. അപ്പൊ ഇമാം ഷാഫി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഇസ്തിഹ്സാൻ എന്ന് പറയുന്നത് വിജയത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. മാ അദ്ദഹുൽ മുസ്ലിമൂന ഹസനൻ ഫഹുവ ഇൻദല്ലാഹി ഹസൻ. അഹ്മദ് റിപ്പോർട്ടിൽ അറിയുന്ന വിശ്വാസികള് നന്നായി കാണുന്ന സംഗതി അത് അള്ളാന്റെ അടുക്കൽ ഹസനാണ്. അതുകൊണ്ട് തന്നെ അതിന് വിജയത്ത് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കാൻ പാടില്ല. എന്നാൽ തീർത്തും മതപരമായ വിഷയം അത് മതത്തിന്റെ ഭാഗമായി എന്നാലും വിജയിച്ചിരിക്കും.
ഉദാഹരണത്തിന് നബിദിനം ഇസ്ലാമിന്റെ ഭാഗമല്ല, പക്ഷെ അതിനെ ഇസ്ലാമിന്റെ ഭാഗമായി മനസ്സിലാക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഉപ്പ പ്രകടിപ്പിക്കലായി മനസ്സിലാക്കുകയും ചെയ്താൽ അതെന്താണ്? അതിസ്തിഹ്സാനല്ല, അതെന്താണ്? ദുരിതം. അപ്പോ ഇസ്തിഹ്സാൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഫ്ലെക്സിബിലിറ്റിയുടെ ഏറ്റവും വലിയ വാതിലാണ്. അതിനെ കൊട്ടിയടക്കാൻ കഴിയില്ല. കൊട്ടിയടക്കാൻ ശ്രമിച്ചാൽ പിന്നെ അതിനെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും. ഡോക്ടറൈസേഷൻ ചെയ്യേണ്ടി വരും. അത് ഖിയാസാണ്, ഖിയാസ് ഹഫിയാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കേണ്ടി വരും. ഇസ്ലാമിന്റെ ഇമാം മാലിക് ഭാഗത്താണ് കൃത്യം. ഇസ്ലാമിന്റെ ഇൽമുകളുടെ 10-1 അതിനെ മാറ്റിവെക്കാൻ കഴിയില്ല. രണ്ടാമത്തത് മസ്ലഹ മുർസലയാണ്. മസാലിഹ് മുർസല, അൽ ഇസ്തിസ്ലാഹ് എന്ന് പറയും. അൽ ഇസ്തിസ്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? മസാലിഹ് എല്ലാ മസാലകളും പരിഗണിക്കപ്പെടേണ്ടതില്ല. ക്ലാസ്സിൽ ഉറങ്ങാൻ വേണ്ടി ബെഡ് വെക്കാൻ പറ്റും. നിന്നോടല്ല ഞാൻ പറഞ്ഞേ. ക്ലാസ്സിൽ ഉറങ്ങാൻ വേണ്ടി തലയണ വെക്കാം. പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കസേര സ്ഥാപിക്കുക. നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാം. അതുപോലെ തന്നെ ഹത്തീബിന്റെ ശബ്ദം കേട്ടാൽ മതി. അയാൾ വീട്ടിൽ നിസ്കരിച്ചോട്ടെ, അയാൾ വീട്ടിൽ പറഞ്ഞോട്ടെ, ഇവിടെ മതി, TV മതി. അതൊക്കെ നല്ല മനസ്സിലാക്കാം. പക്ഷെ അത് പരിഗണിക്കും ഇസ്ലാമില്. കാരണം എന്താ? അത് പ്രമാണങ്ങൾക്കെതിരാകുന്ന മസ്ലഹത്തിൽ പരിഗണിക്കപ്പെടുകയില്ല. അത്തരം മസ്ലഹത്തിനെ മസാലിഹ് എന്ന് പറയില്ല. മസാലിഹുല്ലാഹ് പറയാം. പരിഗണിക്കപ്പെടേണ്ടതില്ലാത്ത, ക്യാൻസൽ ചെയ്യപ്പെടേണ്ടുന്ന മസാലിഹുകളാണ്. നോക്കൂ, നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ നല്ല ബെഡിട്ട് നല്ല മസ്ലഹത്തിൽ അതൊക്കെ ആളുകൾ പ്രയാസപ്പെട്ടിട്ട് ഓർമ്മയുണ്ടല്ലോ. പക്ഷെ എന്താണത്? ക്ലാസുകൾ ഏതൊരു ലക്ഷ്യത്തിനാണോ സ്ഥാപിക്കപ്പെട്ടത് അതിന്റെ ലക്ഷ്യം എഴുതിയില്ല. അതിന്റെ ഇന്റൻഷൻ ഉണ്ടാവുമല്ലോ. ക്ലാസ്സിനൊരു ഇന്റൻഷൻ ഉണ്ട്, പള്ളിക്കൊരു ഇന്റൻഷൻ ഉണ്ട്, എല്ലാത്തിനും ഒരു ഇന്റൻഷൻ ഉണ്ട്. ആ ഇന്റൻഷൻ പൂർത്തീകരിക്കാത്ത മസ്ലഹത്ത് അത് ഇസ്ലാം പരിഗണിക്കുന്നത്. ഇസ്ലാം പരിഗണിക്കുന്ന മസ്ലഹത്തുകളുണ്ട്. അത് പൊതു ലക്ഷ്യം നേടുന്നതാകണം, പബ്ലിക് വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാകണം. ഉമർ റളിയല്ലാഹു തആല അൻഹു ജയിലുകൾ സ്ഥാപിച്ചില്ലേ? അതിന് കാരണം ജയിലുകൾ സ്ഥാപിച്ചിട്ടുണ്ടോ? ജയിലുകൾ സ്ഥാപിച്ചിട്ടില്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹു ഖത്തീബുമാർക്കും ഇമാമുമാർക്കും ശമ്പളം ഏർപ്പെടുത്തിയില്ല. ശമ്പളം ഇല്ലേ? ഉമർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ രാജ്യത്തിലെ സക്കാത്തിന്റെ ഈ ഉഷൂറിനെ ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശമ്പളം കൊടുത്തുകൊണ്ട് ഓഫീസർമാരെ നിശ്ചയിച്ചില്ലേ? ഓഫീസർമാരെ ഓരോ പ്രൊവിൻസിലും ഓരോ ഓഫീസറെ നിശ്ചയിച്ചു. അതിനൊക്കെ വേണ്ടി ഒരു ഓഫീസ് ദീവാൻ സ്ഥാപിച്ചില്ലേ? സക്കാത്തിന്റെ ശരിയായ രീതിയിലുള്ള ഇംപ്ലിമെന്റേഷൻ പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം വരണം. ആ സിസ്റ്റത്തിന് വേണ്ടി ഉമർ റളിയല്ലാഹു തആല ചെയ്ത ഇന്നോവേഷൻ ആയിരുന്നു ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കുക, ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ട ഓഫീസർമാരെ നിശ്ചയിക്കുക, അവർക്ക് വേണ്ട റെമ്യൂണറേഷൻ വേജസ് നിശ്ചയിക്കുക, കൃത്യമായും അത് നടപ്പിലാക്കുക, അതിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ജയിലിലടക്കുക, അവർക്ക് വേണ്ടി സിവിൽ ക്രിമിനൽ നിയമങ്ങൾ എഴുതിയുണ്ടാക്കുക, അങ്ങനെ ഒരു ഭരണഘടന സ്ഥാപിക്കുക, അതിനെ കൃത്യമായ ഒരു ഡേറ്റ് നിശ്ചയിക്കുക, അതിനുവേണ്ടി ഒരു കലണ്ടർ സ്ഥാപിക്കുക. ഇതൊക്കെ നടത്തിയ നടത്തിയ അതിനു വേണ്ടി വിളിക്കാം. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ മഖാസിദുകൾ പൂർത്തിയാകുന്ന എല്ലാ ലക്ഷ്യങ്ങളും അതിന്റെ മസ്ലഹ എന്താ പറയാ, മൻഫഅ. അപ്പോ സമൂഹത്തിന്റെ മൻഫഅത്തിന് വേണ്ടി നമുക്ക് ഇസ്ലാമിക സമൂഹത്തിൽ കാലാകാലങ്ങളിൽ ഉണ്ടാക്കുന്ന സംഗതികളെയാണ് മസ്ലഹ എന്ന് പറയുക, അൽ മസാലിഹുൽ മുർസല എന്ന് പറയും. ഈ മസാലിഹുൽ മുർസലകൾ ഇസ്ലാമിന്റെ അതിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്.
നിങ്ങൾ ഹസൻ കേട്ടിട്ടുണ്ടോ? ഹസൻ കേട്ടിരുന്ന ഒരാളാണ് കേട്ടിരിക്കുന്നത്, രണ്ടാളാണ് കേട്ടിരിക്കുന്നത്, 3, 4 പേരാണ് ഹസൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഈ 4 പേരോടായിട്ട് ഹസൻ റാബിയുടെ തജ്ദീദ് ഉസൂലുൽ ഫിഖ്ഹിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരാളാണ്, 4 പേരാണ് കേട്ടിട്ടുള്ളത്. തജ്ദീദ് ഉസൂലുൽ ഫിഖ്ഹ് എന്നൊരു പുസ്തകം വായിക്കേണ്ടതാണ്. ഉസൂലുൽ ഫിഖ്ഹിന്റെ പുനർവായന എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം ചില പൊതുധാരണകളെ തിരുത്തുന്നുണ്ട്. ഖുർആനിനെ കുറിച്ചുള്ള, ഹദീസിനെ കുറിച്ചുള്ള, ഫിഖ്ഹിനെ കുറിച്ചുള്ള, ഖിയാസിനെ കുറിച്ചുള്ള, ഇജ്മാഇനെ കുറിച്ചുള്ള, ഇസ്തിഹ്സാനിനെ കുറിച്ചുള്ള പൊതുധാരണകളെ തിരുത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഈ ഖവാഇദുകളെ പുനർവായിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന്റെ ഉസൂലുകൾ കൂടെ വായിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇസ്ലാം ഇപ്പോഴും റഫ് ആൻഡ് ടഫ് ആവും. ഇസ്ലാം പഴഞ്ചനാവും. പ്രമാണങ്ങളെ ഉൾക്കൊള്ളാൻ, അതിന്റെ ഇന്റൻഷനെ ഉൾക്കൊള്ളാൻ, അതിന്റെ മഖാസിദിനെ ഉൾക്കൊള്ളാൻ മാത്രം വിശാലതയില്ലാത്ത വെറും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാകും. അതുകൊണ്ട് ഇസ്ലാമിനെ, അതിന്റെ ഉസൂലുകളെ, അതിന്റെ ഫിഖ്ഹിനെ, അതിന്റെ മദ്ഹബുകളെ പുനരാവിഷ്കരിക്കണം, കാലികമായി പരിഷ്കരിക്കണം എന്നാണ്. അത്രയൊന്നും പറഞ്ഞില്ലെങ്കിലും, അത്രയൊന്നും നമ്മൾ പറഞ്ഞില്ലെങ്കിലും കുറച്ച് ഒരു പുനർവായന വേണ്ടതുണ്ട് എന്നാണ് മസാലിഹ് മുർസലകളെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അൽ ഇസ്തിസ്ലാഹ് എന്ന് പറയുന്നത് നാടിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചില സംഗതികൾ ചെയ്യേണ്ടി വരും. ആളുകളെ റോഡിൽ തടയാൻ പറ്റുമോ? ഹദീസിൽ വെച്ച് നോക്കുമ്പോൾ അതിൽ തെറ്റാണ്. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇപ്പോ ഷെയ്ഖ് ഹസീന അവരെന്തുകൊണ്ടാ ചാടിയത്? അവർക്ക് നേരെ വഴിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി, ഗലാവ് ചെയ്തു. ഇതൊക്കെ ഇസ്ലാമികമായിട്ട് തെറ്റാണ്. ഇമാമത്തിൽ അതാ പറഞ്ഞേ, വഴികളിൽ നിന്നും പ്രയാസം നീക്കണമെന്നാ പറഞ്ഞേ. പക്ഷെ അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ് അവര് ഗലാവ് ചെയ്തത്. കാരണം അത് കാലഘട്ടത്തിന്റെ പ്രതിഷേധമാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഫ്രട്ടേണിറ്റി സമരം നടത്തുമ്പോ എന്ത് റോഡ് തടയൽ സമരം ഉണ്ടാകുന്നത്? റോഡ് തടയാൻ പാടുന്ന നാമ സത്യം.
സംസാരിക്കാൻ വേണ്ടി നിർത്തിയതല്ല, ബാങ്കിനോടുള്ള ആദരവ് കൊണ്ട് നിർത്തിയതാണ്. നിങ്ങൾ എല്ലാവരും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കായിരുന്നു. കാരണം ഇത് ഇസ്ലാമുമായിട്ട് ബന്ധമുള്ള വർത്തമാനങ്ങളാണ് അല്ലേ. അള്ളാന്റെ ഷായറുകളെ ആദരിക്കുക എന്ന് പറയുന്നത് ഹൃദയത്തിൽ തക്കവയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടോ. ബാങ്ക് കേൾക്കുമ്പോൾ ബഹുമാന പുരസ്കാരം മിണ്ടാതിരിക്കുകയെങ്കിലൊക്കെ ചെയ്യാം. നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ മിണ്ടാതിരിക്കുക, റെസ്പോണ്ട് ചെയ്യുകയാണ് വേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതാണ് അതിന്റെ താഴേക്കിന്റെ ഗുണം. അപ്പോ മസാല മുസ്തലയിൽ കൃത്യമായ ഒരു ഇൻപുട്ട് സെഷൻ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ ഫൗസാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ മസാല മുസ്തലകളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമ്മൾ തൽക്കാലം അടുത്ത ഒരു സംഗതിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ മസാല മുസ്തലയെ ഷാഫി മദ്ഹബും ഹനഫി മദ്ഹബും ഒക്കെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഇസ്തിഹ്സാന്റെ കൂട്ടത്തിലാണ് അബൂ ഹനീഫ കാണുന്നത്. മസാല മുസ്തല എന്നുള്ള പേരിലല്ല അവിടെ തന്നെ കാണുന്നത്. മറ്റൊന്ന് ഉറുഫാണ്. ഉറുഫുകളെ എല്ലാ മതവുമാരും യോജിക്കുന്നു. നാട്ടു ആചാരങ്ങളെ ദീക്ഷിക്കണം. ഒരു പള്ളിയില് തല മറച്ചിട്ടേ ഇമാമ് നിൽക്കുള്ളെങ്കിൽ, ഞാൻ അഞ്ചാമത് വിദ്യാർത്ഥികളാണ്, ഞങ്ങളുടെ അധ്യാപകർ തല മറക്കാറില്ല എന്ന് പറഞ്ഞിട്ട് തല മറക്കാൻ നിസ്കരിച്ചാൽ പുറത്താക്കി. കാരണം എന്താ? ആചാരങ്ങൾ ദീക്ഷിക്കപ്പെടുന്നു വേണ്ടേ. ഒരു നാട്ടിൽ ജീൻസ് ഇട്ടിട്ട് ഒരാൾ ഇമാമ് നിൽക്കില്ല എങ്കിൽ, ഖത്തീബ് നിൽക്കില്ല, ഖത്തീബായിട്ട് ഖുതുബ ഓതൂല എങ്കിൽ അവിടെ ആ മര്യാദകൾ ആചാരങ്ങൾ ദീക്ഷിക്കണം. കസ്റ്റംസ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി പരിഗണിക്കണം. ചില ആചാരങ്ങൾ ഇസ്ലാമുമായിട്ട് കോൺട്രഡിക്ട്സ് ആവും. അത്തരം ആചാരങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ സാലിന്റെ എന്തൊക്കെ നാട്ടില് പള്ള കാണൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. പള്ള കാണൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു പെൺകുട്ടി അവള് ഗർഭിണിയായി കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ ആഴ്ചയില് ഇവിടെ നിന്ന് കുറെ പലഹാരങ്ങളായിട്ട് പോകലാണ്. അങ്ങനെ ആചാരം ഇസ്ലാമിനെതിരാണ്, എന്ന് പറയുന്ന അടിസ്ഥാനത്തിനെതിരാണ്. ഇതുകൊണ്ട് പ്രയാസപ്പെടുന്നത് അവക്ക് നെയ്യപ്പവും കുന്തമ്പുരിയൊക്കെ വാങ്ങാൻ വേണ്ടി വാപ്പ ഉമ്മാന്റെ കെട്ടുതാലിൽ ഉരുണ്ടു വരും. അത്രമാത്രം ചെലവുള്ള ആചാരങ്ങളാണ്. അത്തരം ആചാരങ്ങൾ ഇസ്ലാമില്ല. അത്തരം ആഘാത്തുകളെ, അത്തരം ആകാശങ്ങളെ നമുക്ക് പരിഗണിക്കാൻ പാടില്ല. അല്ലാത്ത അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇപ്പോ നമ്മള് ഇമാമ് നിൽക്കുന്ന ആള് നല്ലൊരു വെള്ള വസ്ത്രം ധരിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ അഫ്സലിനെ പറയുന്ന തൊപ്പൊക്കെ ഇടുന്നുണ്ടെങ്കിൽ, ബിസ്മി ഓതുന്നില്ലെങ്കിൽ, നല്ല കൃത്യമായി എന്താണ് താടി വെക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം ആചാരങ്ങളെ, ഉറുഫുകളെ, ആദത്തുകളെ പരിഗണിക്കണം. അത് ഇസ്ലാമിന്റെ ദലീലാണോ? ദലീലല്ലെങ്കിലും അത് ഇസ്ലാമിന്റെ പാലമാണ്. അതിനെ അമാറ എന്ന് പറയും. ഇസ്ലാമിന്റെ എന്താണ്? ഒരു അമാറത്താണ്, ഒരു അടയാളമാണ്. ആ അമാറത്തുകളെ നിലനിർത്തണം. അത് ഇസ്ലാമുമായിട്ട് കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ. അപ്പോ അത്തരം ആചാരങ്ങളെ നമ്മൾ അനാചാരങ്ങൾ എന്ന് പറയുന്നത്, വിജയത്താന്ന് പറയുന്നത്, ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്നത്. ഞാന് ഒരിക്കലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് ഒരു പരിപാടി പോയപ്പോ ഒരു സലഫി പള്ളിയില് ഖുതുബയുടെ ഇടയില് ഇമാമ് തലയിലിട്ടിരിക്കുന്ന തുണിയെടുത്തിട്ട് മൂക്കൊക്കെ തുടച്ച് അവിടെ തന്നെ മിമ്പറിൽ തന്നെ വെച്ചു. എന്നിട്ട് ഖുതുബ പറഞ്ഞു. ഖുതുബ എല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ പോയി, അലുസ്താനികള് നിസ്കാരത്തിന്റെ ഇടയിൽ ഈ ഖുതുബന്റെ ഇടയിൽ മൂക്കൊക്കെ ചീറ്റിയിട്ട് ആ ടവല അവിടെ വെച്ച് എന്തെങ്കിലും സംഘടിപ്പിച്ചു. അത് സുന്നത്തില്ലാന്ന് കാണിക്കാനാണ്. എത്ര നീചമായ രീതിയിലാണ് അതിനോട് ഒരു ആചാരത്തോടെ അയാൾ ഇടപെട്ടത്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം തലയിൽ ഒരു തുണി ഉണ്ടാകുക എന്ന് പറയുന്നത് മഹത്വത്തിന്റെ ലക്ഷണമാണ്. അത് നമുക്ക് ഈ കാണുന്ന തുണിയാണ് എന്ന് നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത്. ഇസ്ലാമിന്റെ ഒരു പാരമ്പര്യത്തെ, ഒരു തുറാസിനെ, ഒരു ഉറുഫിനെ, ഒരു ആഴത്തിനെ അയാൾ കളിയാക്കുകയാണ്. ഞാൻ ചോദിച്ചു, അത് സുന്നത്തില്ലാതെ പഠിപ്പിക്കാൻ താല്പര്യം ചോദിച്ചു.
സുന്നത്താണ് പഠിപ്പിക്കേണ്ടത് ആരാ? സുന്നത്താണ്, സുന്നത്തല്ലാതെ പഠിപ്പിക്കേണ്ടത് ആരാ? നബിയാണ്. ഇത് ഇസ്ലാമിക സമൂഹത്തിന്റെ ലെഗസിയുടെ ഭാഗമാണ്. കേരളത്തിൽ മിക്കവാറും പള്ളികളിൽ വെള്ളിയാഴ്ചകളിൽ തലയിൽ തുണിയിടും, തലപ്പാവ് ധരിക്കും, തൊപ്പിയിടും, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു കർച്ചീഫെങ്കിലും, മാന്യമായ ഒരു കർച്ചീഫെങ്കിലും ധരിക്കും. അതിങ്ങനെ മൂക്കി ചീറ്റിയിട്ട് ഇങ്ങനെ വെക്കാനുള്ളതല്ല. അത് ഇമാമിന്റെ ഖത്തീബിന്റെ ഒരു പൂർണ്ണതയാണ്, കമാലിയാസ്, അതിന്റെ പെർഫെക്ഷൻ, അതിന്റെ ഭാഗമാണ്. അതിനെ താങ്കൾ ഇങ്ങനെ പുച്ഛിക്കാൻ പാടില്ലായിരുന്നു. അപ്പോ നമ്മുടെ ആളുകളുടെ വിചാരം എല്ലാ ആചാരങ്ങൾക്കെതിരെയും അങ്ങനെ സമരം നടത്തണം. അല്ല, ആചാരങ്ങൾ ഞാൻ അധിക സമയം പ്രസംഗിക്കുന്നില്ല, ഇന്ററാക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ചോദ്യങ്ങളാകാം. അപ്പോ ഇത് ഹിക്മത്തല്ല. ഈ ഹക്കീമിന് ഒരിക്കലും ഹക്കീം എന്ന് പറയാൻ പറ്റില്ല. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്ഥാനത്തെ, ഒരു വസ്തുവിനെ വെക്കേണ്ട സ്ഥാനത്ത് വെക്കലാണ് ഹിക്മത്ത്. വെക്കേണ്ടതല്ലാത്ത സ്ഥാനത്ത് വെക്കുന്നത് ഗുൽമാണ്. ഹിക്മത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഗുൽമാണ്. അയാൾ ചെയ്തത് ഗുൽമാണ്. ഉമ്മത്ത് വളരെ ആദരപൂർവ്വം കാണുന്ന തലപ്പാവിനെ മൂക്കിൽ കൊണ്ടുപോയി വെച്ചു, എന്നിട്ട് അതിനെ ചീറ്റിയിട്ട് അയാൾ മുമ്പിൽ കൊണ്ടുവച്ചു. അതാണ് ഗുൽമ. അപ്പോ ആചാരങ്ങളെ, ഉറുഫുകളെ, ആദത്തുകൾക്ക് എതിരാവുക എന്ന് പറയുന്നത് അത് ഇസ്ലാമുമായിട്ട് കോൺട്രഡിക്ട്സ് അല്ലെങ്കിൽ നല്ല ആചാരമായി മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിൽ കുഴപ്പമില്ല. എന്ന് മാത്രമല്ല, ഹസൻ തുറാബി അടക്കമുള്ള ആളുകൾ വേഷങ്ങളിൽ ഉറുഫുകളെ ദീക്ഷിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഒരു നാട്ടില് ആരും വെള്ള വസ്ത്രം ധരിക്കുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾ വലിയ ആളുകളായിട്ട് വലിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. എന്നാൽ ഒരു നാട്ടിൽ ഖത്തീബുമാരും ഇമാമുമാരുടെയും വേഷം വെള്ള വസ്ത്രമാണെങ്കിൽ അവിടെ നിങ്ങൾ വെള്ള വസ്ത്രം തന്നെ ധരിക്കണം. അവിടെ നിങ്ങൾ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കാൻ പാടില്ല. അതാണ് ഉറുഫ് എന്ന് പറയുന്നത്, ഉറുഫുകളെ ദീക്ഷിക്കും. മറ്റൊന്ന് ഇസ്തിർഹാ എന്നാണ്. ഇസ്തിർഹാ എന്ന് പറഞ്ഞാല് ഇസ്തിദ്ലാൽ, അത് ദലീലാക്കാൻ കഴിയും. അൽ അസ്ലു ഫിൽ അഷ്യാഇൽ ഇബാഹ, അൽ അസ്ലു ഫിൽ അഷ്യാഇൽ ഇബാഹ, ഒരു വസ്തുവിന്റെ അടിസ്ഥാനം ഹലാലാണ് എന്നതാണ്. പേര് ധരിക്കാമോ ഉസ്താദേ? പഠിക്കാം. ജൂതന്മാർക്കെതിരെ, ക്രിസ്ത്യാനികൾക്കെതിരെ നമ്മൾ എന്ത് ചെയ്യണം? നിലപാട് സ്വീകരിക്കണം, മാറും കാണിക്കണം. മനസ്സിലാക്കിയിരിക്കുന്നതാ. അവര് വലത്തെ കൈ കൊണ്ട് തിന്നുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടത്തെ കൈ കൊണ്ട് തിന്നലാണ് പറയുന്നത്. അവര് രണ്ടു കാലം കൊണ്ട് നടക്കുന്നു എന്നതിന്റെ പേരിൽ നമ്മൾ ഒറ്റക്കാലം കൊണ്ട് നടക്കണമെന്നാണോ പറയുന്നത്? മനുഷ്യന്മാർ എന്നതൊക്കെ ചെയ്യുന്ന സംഗതികളൊന്നും കിട്ടാറില്ല. അതൊക്കെ നമ്മൾ ചെയ്യണം. നല്ല വേഷത്തിൽ ധരിക്കുക എന്ന് പറയുന്നത്, നല്ല വേഷം ധരിക്കുക എന്ന് പറയുന്നത് അത് അനുവദനീയമാണ് എന്ന് മാത്രമല്ല, ചില സംഗതികളിൽ നമുക്ക് അനിവാര്യമായി മാറും. ചില സദസ്സുകളില് നമ്മുടെ നല്ല വേഷം ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോ അവിടെ സ്വീകരിക്കാൻ തന്നെ ആളുണ്ടാവില്ല. നിങ്ങൾ ഈ ലണ്ടനിൽ ചെന്നു, നമ്മുടെ ലാംബോർഗിനി ഹോട്ടലില്, എറണാകുളത്ത് അവിടെ നിങ്ങൾ ഈ ടീഷർട്ടും പിന്നെ ലുങ്കിയും എടുത്ത് ഒരു ഹവായി ചെരുപ്പിട്ട് ഇറങ്ങിച്ചത് നോക്ക്. എല്ലാത്തിനും എന്തെന്ന് ഒരു അനിവാര്യമായ ചില സംഗതികളുണ്ട്. അതാണ് പറയുന്നത്. അത് ദലീലാണ്. അള്ളാന്റെ റസൂൽ നിരോധിക്കാത്ത, ഇസ്ലാം നിരോധിക്കാത്തല്ല അൽ അസ്ലു ഫിൽ അഷ്യാഇൽ ഇബാഹ, അൽ അസ്ലു ഫിൽ ഇബാദാത്തിൽ ഹറം. അതും കൂടി വായിക്കണം. അൽ അസ്ലു ഫിൽ ഇബാദാത്തിൽ ഹറം, ഇബാദത്തുകളായി ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടതാണ്. ഒന്നും പുതുതായിട്ട് ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റില്ല ഇബാദത്തുകളൊന്നും. എന്നാൽ ഇബാദത്തുകളല്ലാതെ നാം ചെയ്യുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങള്, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ ഫുഡ് കോഡ്, ഇതിലൊക്കെ ഇസ്തിർഹാബ് പരിഗണിക്കാം. സ്റ്റാറ്റസ് കോ എന്നാണ് പറയുന്നത്. ഇസ്തിർഹാബ്, ഇസ്തിദ്ലാൽ എന്ന് പറയാറുണ്ട്. പഴയ കിതാബുകളിൽ ഇസ്തിദ്ലാൽ എന്ന് പറയാം. നിലവിലുള്ള അവസ്ഥയെ പരിഗണിക്കുക, സ്റ്റാറ്റസ് കോ പരിഗണിക്കുക.
അവിടെ ഉള്ളത് എന്താണോ ആ ഒരു രീതി അവലംബിക്കുന്നത് തെറ്റല്ല. അത് നമുക്ക് സംഗീതം ഹലാലാണോ പിന്നെ ചോദ്യം വരില്ല. സിനിമ തെറ്റാണോ ചോദ്യം വരില്ല. നോവൽ വായിക്കാൻ പറ്റുമോ, മലയാളം പഠിക്കാൻ പറ്റുമോ, ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയാണ് പറയുന്ന ഇത് ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ സ്ഥാപനത്തിൽ അധ്യാപകർ വരുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് കോ നമ്മൾ നിലനിർത്തണം. നിങ്ങൾ എഴുന്നേറ്റ് അങ്ങനെയുള്ള അധ്യാപകർക്ക് വേണ്ടി എഴുന്നേൽക്കണം. ഒരു അധ്യാപകൻ അത് ഇഷ്ടമല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടതില്ല. പക്ഷെ അയാൾക്ക് പറയാൻ അധികാരമില്ല. നിങ്ങൾ ആരും വരുമ്പോഴും എഴുന്നേൽക്കാൻ പാടില്ല. അയാൾക്ക് അധികാരമില്ല. അയാൾക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ പാടില്ല, എഴുന്നേൽക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്നെ നിങ്ങൾ പൊക്കരുത് എന്ന് വേണമെങ്കിൽ അയാൾക്ക് പേഴ്സണൽ ആയിട്ട് പറയാം. നിങ്ങൾ ആരും വരുമ്പോൾ എഴുന്നേൽക്കാൻ പാടില്ല, അത് നിങ്ങളുടെ അക്സലന്റാണെന്ന് പറയുന്നില്ല. അതാണ് സ്റ്റാറ്റസ് കോയാണ്. അതൊരു നാട്ടിലെ അത് അവിടുത്തെ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും ഒത്തുപോകുന്നതാണ്. അതിന് ഇസ്ലാമിന് യാതൊരു പ്രശ്നമില്ല. ഇസ്ലാമിലെ പ്രമാണങ്ങൾക്കെതിരല്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാറ്റസ് കോ വീക്ഷിക്കപ്പെടേണ്ടതാണ്. മറ്റൊന്നാണ് ശറഅു മൻ ഖബ്ലന. ശറഅു മൻ ഖബ്ലന എന്ന് പറഞ്ഞാൽ എന്താ? മുൻ രീതികളെ അങ്ങനെ തന്നെ ആസക്തി സ്വീകരിക്കണം. അതിനെക്കുറിച്ച് ഇബ്നു തൈമിയ്യ പറഞ്ഞത് ശറഅു മൻ ഖബ്ലന ലൈസ ബിശറഇ ലന എന്നാണ്. അത് നമുക്ക് തെളിവല്ല. ഉദാഹരണത്തിന് സുലൈഖ ബീവി യൂസുഫ് നബിയെ സ്വീകരിക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട് അല്ലേ? അവര് തുണി മുക്കിയാണ് വെള്ളമാണെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ജിയോക്കാര് എസ്ഒക്കാരെ കാണുമ്പോൾ തുണി മുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിനെതിരാണ്. അവര് അത് വെള്ളമാണെന്ന് കരുതിയിട്ട് വസ്ത്രത്തിൽ വെള്ളമാണെന്ന് കരുതിയിട്ട് അടഞ്ഞതാണ്, അവർ പൊക്കിയതാണ്. അതൊരിക്കലും ഇസ്ലാമിനെതിരല്ല. എന്നാൽ ചില ശറഅുകൾ നമ്മൾ അങ്ങനെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രമാണങ്ങൾ തന്നെ ഇതുണ്ടല്ലോ, നമ്മുടെ ഇഹ്റാമിലെ വസ്ത്രധാരണയ്ക്ക് ശറഅുകളുടെ ഭാഗമാണ്. അങ്ങനെ തന്നെ നമ്മൾ സ്വീകരിച്ചതാ. അല്ലാഹുവിന്റെ റസൂൽ സ്വീകരിച്ചു. അങ്ങനെ തന്നെ അവരെങ്ങനെയാണോ ഇഹ്റാം ധരിച്ചിരുന്നത് അതേ രീതിയിൽ, അവരെങ്ങനെയാണോ തലമുറകൾ ചെയ്തിരുന്നത് അതേ രീതിയിൽ. അത് അപ്പോ ഇമാം മാലിക് പറയാൻ നമ്മുടെ ശറഇനെതിരല്ലെങ്കിൽ അത് നമുക്ക് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെയാണ് സഹാബിയുടെ അഭിപ്രായം സ്വീകരിക്കാമോ ഇല്ലേ? ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ ഹുജ്ജത്തല്ല. എന്നാൽ മദ്ഹബ് അഹ്ലുൽ മദീന, മദീനക്കാരിൽ മൊത്തത്തിൽ ഒരു വിഷയത്തിൽ യോജിപ്പുണ്ടെങ്കിൽ അത് ദീനിന്റെ ഭാഗമാണ് എന്നാണ് ഇമാം മാലിക്കിന്റെ അഭിപ്രായം. കാരണം ഇമാംമാരെ ആയിരക്കണക്കിന് സ്വഹാബികൾ ജീവിച്ചിരുന്നതാണ് മദീനക്കാരോട് തെറ്റും ചെയ്യില്ല പരസ്യമായി. അതുകൊണ്ട് തന്നെ അവിടുത്തെ തറാവീഹ് 23 നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ 23 നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. അവര് 36 റക്അത്ത് നിസ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ 36 റക്അത്ത് നിസ്കരിക്കണം. അവര് ഖുർആൻ നിന്ന് ഓതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്ന് ഓതണം. അവർ ഇരുന്നാണ് ഖുർആൻ ഓതുന്നതെങ്കിൽ നിങ്ങൾ ഇരുന്നാണ് ഓതേണ്ടത്. മദ്ഹബ് അഹ്ലുൽ മദീന, മദ്ഹബ് സഹാബിയെ അദ്ദേഹം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തിട്ട് പറഞ്ഞതാണ് മദ്ഹബ് അഹ്ലുൽ മദീന. ഇതെല്ലാം ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. അതുപോലെ തന്നെ ഒരു പ്രമാണം സാധാരണ ചർച്ച ചെയ്ത് സാധ്യതയില്ലാത്ത ഒരു പ്രമാണവും കൂടിയുണ്ട്. അതിനെ കുറിച്ച് ആളുകൾ മിണ്ടാറില്ല. കേട്ടിട്ടുണ്ടോ? ഒരു എസ്ഒക്കാരൻ ജിഒക്കാരൻ ഫോൺ ചെയ്യുന്നത് തെറ്റല്ല. പക്ഷെ എന്തുകൊണ്ടാണ് അത് നിരോധിക്കുന്നത്? അതൊരു കോളല്ല, പല കോളിലേക്കും അത് വഴി നടക്കുന്നത് കൊണ്ടാണ് ആ ഫസ്റ്റ് കോളിൽ തന്നെ പാടില്ല എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ? നോട്ടം അവരെ നിരോധിച്ചത്. നോട്ടം തെറ്റാണ്. لكن نظر
നീ ഒറ്റ നോട്ടം മതി, രണ്ടാമത് നോക്കാൻ പാടില്ല. ആണാവണ്ടാവും ഫിത്രത്തിന്റെ നോട്ടം മാത്രം. രണ്ടാമത്തത് ശഹവത്തിന്റെ നോട്ടം. ആകെ 2 നോട്ടേ ഉള്ളൂ. ഒന്ന് ഫിത്രത്തിന്റെ നോട്ടം, രണ്ടാമത്തത് ശഹവത്തിന്റെ നോട്ടം. ഫിത്രത്തിന്റെ നോട്ടത്തിൽ ആണാണോ പെണ്ണാണോ റെക്കഗ്നൈസ് ചെയ്തില്ല, അവിടെ നിർത്താം. ഓക്കെ, ഒരുപാട് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയമാണ് ഈ അൽ-മുഖ്തലഫ് ഫീഹാ എന്ന് പറയുന്ന ദലീലുകള്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ അവിടെ കരുതിയത് 20 മിനിറ്റ് സംസാരിക്കുക, 35 മിനിറ്റ് ഇന്ററാക്ഷൻ ആക്കുക എന്നതാണ്. പലപ്പോഴും ഇന്ററാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒരു 3 മിനിറ്റ് ഇൻഷാ അല്ലാഹ് ചോദിക്കാവുന്ന അവസരം. ഇസ്തിസ്ഹാബിനെയാണ് ഇസ്തിദ്ലാൽ എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് കോ. നിങ്ങൾ പഠിച്ച ഓർഡർ അല്ലല്ലോ മറ്റേ ഇമാം ഷാഫി പറയുന്ന ഓർഡർ. നമ്മള് ഇത് എങ്ങനെയാണ്? ഇസ്തിഹ്സാൻ, മസ്ലഹ മുസ്ല, ഉറുഫ്, ഇസ്തിസ്ഹാബ്, മദ്ഹബ് ശറാബുൻ ഖബലന മദ്ഹബ് സാബി. പുതിയ അതില്ലകൾ എന്ന് പറഞ്ഞാല് ഈ അതില്ലകൾ പോരാണ്ട്. ഉദാഹരണത്തിന് ശാസ്ത്രം ഇസ്ലാമിന്റെ പ്രമാണമാക്കാൻ പറ്റുന്നു. ഇൽമല്ലടാ, ഇൽമ ഹദീസ് എന്ന് പറയുന്ന ഇൽമാണ്, ഖുർആൻ എന്ന് പറയുന്ന ഇൽമാണ്. അതിന്റെ പുറത്തേക്കുള്ള ഇൽമില്ല. ഇസ്ലാമിന്റെ ഉസൂലുകൾ എന്ന് പറയുന്നത് പുതിയ ഉസൂലുകൾ ഉണ്ടാവില്ല, പുതിയ ഫുറൂകളാണ് ഉണ്ടാവുള്ളൂ. ഉസൂലുകള് ബേസ് തന്നെയായിരിക്കും. ബേസുകൾ വികസിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ ഫുറൂകള് ഖത്ഈയ സുബൂത്തും വന്നീയ സുബൂത്തും എന്ന് പറഞ്ഞിട്ട് 2 സംഗതികളുണ്ട്. അത് ഇവർക്ക് ചെറിയ കുട്ടികളുണ്ട്. ഖത്ഈയ എന്ന് പറയുന്നത് ഖുർആൻ തന്നെയുള്ള ഖത്ഈ. പിന്നെയുള്ളത് മുത്തവാത്തിറായ ഹദീസുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ടെന്ന് വെച്ചാൽ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാല് അവിടെ തുപ്പൽ നിർബന്ധമൊന്നുമില്ല. തുപ്പാനുണ്ടെങ്കിൽ തുപ്പുക നിർത്തുള്ളൂ. ഈ പറയുന്ന ദലീലുകളെല്ലാം സ്വീകരിക്കണം നിർബന്ധമൊന്നുമില്ല. ഖുർആനിൽ ഉണ്ടെങ്കിൽ ഖുർആനിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഖുർആനിൽ ഇല്ലെങ്കിൽ ഇസ്തിഹ്സാനിലേക്ക് പോകാം. ഈ ദലീലുകളൊന്നും പോരാട്ട് പോന്നിട്ടുണ്ടെങ്കിൽ ഈ ദലീലുകളൊന്നും കഴിയാണ്ട് വന്നാൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും. ഒക്കെ അത് ഇമാജിനറിയാണ്, ഇഫ്തറാദിയായ ഓരോ വിഷയങ്ങളാണ്. അങ്ങനത്തെ ഇഫ്തറാദിയായ അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ടുള്ള മസാലകളൊന്നും ഇസ്ലാമിലില്ല. ഓക്കെ, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. സ്വഹിയായ ഉറഫുകള് അൽ-ആദത്തു മുഹക്കമത്തുൻ, ദീക്ഷിക്കപ്പെടണം. അത് സഹീഹല്ലെങ്കിൽ, ഇസ്ലാമിനുമായിട്ട് കോൺട്രഡിക്സ് ആണെങ്കിൽ അതിന് നമുക്ക് ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ സ്ത്രീകൾക്ക് പള്ളിയാ അതിനെന്ത് പ്രശ്നത്താണ്? ഇല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്തെ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക, പള്ളിയിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകുക. അള്ളാഹുവിന്റെ അടിയാറുകൾക്കുള്ളതാണ് പള്ളി. ലാ തംനഉ ഇമാഅല്ലാഹി മസാജിദ് അല്ലാഹ്, പ്രമാണങ്ങളിലേക്ക് മടങ്ങുക. അള്ളാഹിന്റെ പള്ളികളിൽ അള്ളാഹിന്റെ അടിമകളായ സ്ത്രീകളെ തടയാൻ പാടില്ല. അസ്ലിലേക്ക് മടങ്ങുക. ഞാൻ ഇങ്ങനെ നെസ്സിനെതിരല്ലോ, നെസ്സിനെതിരല്ലാത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നിർമ്മല കോളേജ്, അവിടെ സ്ത്രീകൾക്ക്
സ്ത്രീകൾക്ക് പള്ളി പ്രവേശനമില്ല അതിന്റെ അടുത്തുള്ള മറ്റേ സുന്നി പള്ളിയിൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയർ റൂം തുടങ്ങാം, പ്രശ്നമൊന്നുമില്ല. അവിടുത്തെ ഇസ്ലാമിക പ്രസ്ഥാനം ഇടപെട്ടിട്ട് ഒരു പ്രയർ റൂം തുടങ്ങിയാൽ അതൊരു പ്രശ്നമൊന്നുമില്ല. ആദത്തുകളെ നമ്മൾ ദീക്ഷിക്കണം, ആചാരങ്ങളെ നമ്മൾ പരിപാവനമായി കാണുകയും അതിനെ ഗ്ലോറിഫൈ ചെയ്യുകയും വേണം. അതിന് അതിൻ്റെതായ മഹത്വം നൽകണം. 8:28 മറ്റേ 8:30 നിസ്കാരം അല്ലെ? അപ്പൊ നമുക്ക് ഇനി നമുക്ക് വാട്സപ്പില് സംവദിക്കാം. പോരെ? ഉദാഹരണത്തിന് ഹെൽമെറ്റ് ധരിക്കല് സർക്കാർ സംവിധാനമാണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഖലീഫ നിശ്ചയിക്കുന്നതാണെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത് തെറ്റാണ്. ഖലീഫ നിശ്ചയിക്കുന്നതല്ല, സാധാരണ പോലീസ് നിശ്ചയിക്കുന്നതാണെങ്കിൽ അതിന് പരലോകത്ത് ശിക്ഷ ഒന്നുമില്ല. പക്ഷെ കയ്യിൽ പോയി 500 രൂപ വേണ്ടി വരും. അല്ലെങ്കിൽ വാപ്പാക്കാണ് കേസ് വരിക. നിങ്ങൾക്ക് 18 വയസ്സായിട്ടില്ലല്ലോ, 18 വയസ്സായിട്ടില്ലെങ്കിൽ വാപ്പാക്കാണ് കേസ് വരിക. അതുകൊണ്ട് അങ്ങനത്തെ കേസിലൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതങ്ങോട്ട് കഴിച്ചിലാക്കുക. 300 രൂപ അല്ലെങ്കിൽ 500 രൂപ കൊടുക്കുക. അപ്പൊ 29 നമുക്ക് 8:30 നിസ്കാരം ഉണ്ട്. എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു 8:25 നിർത്തണമെന്ന്. നമുക്ക് ബാക്കിയുള്ളത് വാട്സപ്പില് നമുക്ക് സംവദിക്കാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കാം. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തുബു ഇലൈഹി.